റഷ്യയിൽ യു.എസ്. സൈനിക വിമാനം ഇറങ്ങിയതിൽ ദുരൂഹത. യു.എസ്. വ്യോമസേന പ്രധാനമായും ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സൈനിക ഉപകരണങ്ങളുടെയും ദീർഘദൂര ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന ഒരു ഗതാഗത വിമാനമാണിതെന്നാണ് സംശയം. ഉക്രൈൻ സംഘർഷത്തെ തുടർന്ന് വാഷിംഗ്ടണും മോസ്കോയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം റഷ്യയിലെ വനുക്കോവോ വിമാനത്താവളത്തിൽ യു.എസ്. സൈനിക വിമാനം ഇറങ്ങിയത്. ഇതോടെ ഈ യു.എസ്. വിമാനത്തിന്റെ ദുരൂഹമായ ലാൻഡിംഗ് സംബന്ധിച്ച് പലവിധ അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. ഇത് സംബന്ധിച്ച് യു.എസോ റഷ്യയോ ഇതുവരെ ഒരു പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടില്ല. വിമാനത്തിൽ ആരാണെന്നതും എന്താണെന്നതും ദുരൂഹത തുടരുന്നു. ലാത്വിയയിലെ റിഗയിൽ നിന്നും പുറപ്പെട്ട യു.എസ്. വ്യോമസേനയുടെ ബോയിംഗ് C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനമാണ് മോസ്കോയിൽ ലാൻഡ് ചെയ്തത്. യു.എസ്. പ്രസിഡന്റും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ഔദ്യോഗിക യാത്രകൾക്കായി ഉപയോഗിക്കുന്ന വാഷിംഗ്ടണിലെ ജോയിന്റ് ബേസ് ആൻഡ്രൂ സൈനിക വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം ഞായറാഴ്ച യാത്ര തിരിച്ചത്. എന്നാൽ ഈ ആഴ്ച അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമായി യാതൊരുവിധ ഔദ്യോഗിക കൂടിക്കാഴ്ചകളും നിശ്ചയിച്ചിട്ടില്ലെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. ഭീമാകാരമായ സൈനിക വിമാനത്തിന്റെ അപ്രതീക്ഷിത വരവ് പല നിഗൂഢതകൾക്കും കാരണമായിട്ടുണ്ട്. അതീവ രഹസ്യമായ നയതന്ത്ര നീക്കത്തിന്റെയോ അല്ലെങ്കിൽ തടവുകാരുടെ കൈമാറ്റത്തിന്റെയോ ഭാഗമായാണ് വിമാനം എത്തിയതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഓഗസ്റ്റ് 1 റഷ്യ ജയിലിൽ മോചിതനാക്കിയ മുൻ യു.എസ്. മറൈൻ ഉദ്യോഗസ്ഥൻ റോബർട്ട് ഗിൽമാന്റെ മോചനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളാണോ ഇതെന്നും സംശയമുണ്ട്. ഇതിനു മുൻപ് ജനുവരി മാസത്തിലാണ് യു.എസ്. വിമാനം നേരിട്ട് യൂറോപ്പിൽ നിന്ന് റഷ്യയിലെത്തിയത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയുമായി സമാധാന ചർച്ചകൾ നടത്തുന്നതിനായി പ്രത്യേക ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും എത്തിയ വിമാനമായിരുന്നു അത്. നിലവിൽ യുക്രൈന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ അണിയറയിൽ രഹസ്യ നയതന്ത്ര ഇടപെടലുകൾ ഇപ്പോഴും സജീവമാണെന്നാണ് വിമാനത്തിന്റെ വരവിൽ നിന്നും വ്യക്തമാകുന്നത്. റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ നിലവിൽ പ്രതിസന്ധിയിലാണെങ്കിലും രഹസ്യ നയതന്ത്ര ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലെന്നാണ് വിലയിരുത്തൽ. ജനുവരിയിലാണ് ഇതിനു മുൻപ് യൂറോപ്പിൽ നിന്ന് നേരിട്ട് യു.എസ്. രജിസ്ട്രേഷനുള്ള വിമാനം റഷ്യയിലെത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ യുദ്ധത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ യുക്രൈൻ വിഷയത്തിലെ ചർച്ചകൾ പിന്നിലായെന്ന വിലയിരുത്തലുകളും ഉണ്ടായി. അതേസമയം റഷ്യയ്ക്ക് മുന്നിൽ പുതിയൊരു നിർദ്ദേശം അവതരിപ്പിക്കുന്നതിനായി യു.എസിലെയും യൂറോപ്പിലെയും ഉദ്യോഗസ്ഥർ ചേർന്ന് പുതിയ പദ്ധതി തയ്യാറാക്കിയതായി കഴിഞ്ഞയാഴ്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് യു.എസ്. സൈനിക വിമാനം മോസ്കോയിൽ എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരിക്കുന്ന സമയത്ത് ഒരു യു.എസ്. സൈനിക വിമാനം നേരിട്ട് മോസ്കോയിൽ എത്തിയത് തന്നെയാണ് സംഭവത്തെ ശ്രദ്ധേയമാക്കുന്നത്. യു.എസ്. സൈനിക വിമാനങ്ങൾ റഷ്യയിലേക്ക് സാധാരണയായി എത്തുന്നത് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ യാത്രയ്ക്ക് പിന്നിലെ കാരണം സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആകാംക്ഷയാണ് ഉയർന്നിരിക്കുന്നത്. വിമാനത്തിൽ ആരായിരുന്നു, എന്താണ് കൊണ്ടുവന്നത്, ആരുമായാണ് കൂടിക്കാഴ്ച, യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പുതിയ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമാണോ ഈ യാത്ര? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി അറിയാനുള്ളത്. ഔദ്യോഗിക വിശദീകരണം വരുന്നതുവരെ വിമാനത്തിന്റെ യാത്രയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും സാധ്യതകളും അഭ്യൂഹങ്ങൾ മാത്രമായി കാണേണ്ടിവരും. ജനുവരിയിലും യു.എസ്. വിമാനം റഷ്യയിലെത്തിയിരുന്നു. റഷ്യയിലേക്ക് നേരിട്ടെത്തിയ അവസാന യു.എസ്. വിമാനം ഈ വർഷം ജനുവരിയിലായിരുന്നു. അന്ന് സ്റ്റീവ് വിറ്റ്കോഫും ഡൊണാൾഡ് ട്രംപും മരുമകനായ ജാരഡ് കുഷ്നറും മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചകളായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം. എന്നാൽ ആ ചർച്ചയിൽ യുക്രൈന്റെ കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന റഷ്യയുടെ ആവശ്യത്തിൽ പുടിൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന തർക്ക വിഷയങ്ങളിലൊന്നായി ഈ ആവശ്യം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.